നമസ്കാരം. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. എങ്കിലും വരുന്ന 5 ദിവസം കൂടി മഴ ശക്തമായി തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണിത്. സംസ്ഥാനത്താകെ കാലവർഷക്കെടുതിയിലും കടൽക്ഷോഭത്തിലുമായി 5 പേർ കൂടി മരിച്ചു. സംസ്ഥാനത്ത് 175 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 2083 കുടുംബങ്ങളിലെ 6934 പേരെ ഇവിടെ മാറ്റിപ്പാർപ്പിച്ചു. കൂടുതൽ ക്യാമ്പുകൾ കോട്ടയം ജില്ലയിലാണ്. സംസ്ഥാനത്തെ 4 ഡാമുകളിൽ ജലനിരപ്പ് അപകടനില അതിക്രമിച്ചതോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കിയിലെ ലോവർ പെരിയാർ, കല്ലാർകുട്ടി, പൊന്മുടി ഡാമുകളും പത്തനംതിട്ടയിലെ മൂഴിയാർ ഡാമുമാണ് റെഡ് അലർട്ടിലായത്. കോഴിക്കോട് കുറ്റ്യാടി ഡാമിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ ബ്ലൂ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാമിൽ മുൻകരുതലിന്റെ ഭാഗമായി വെള്ളം തുറന്നുവിടുന്ന നിലയിലാണ്. ഇടുക്കി ജില്ലയിൽ തുടർച്ചയായി ലഭിച്ച കനത്ത മഴയ്ക്ക് ശമനം അനുഭവപ്പെട്ടതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചു. മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ പുനഃപരിശോധിച്ചതായും ചില സന്ദർശന കേന്ദ്രങ്ങൾ തുറന്നുകൊടുത്തതായും അധികൃതർ വ്യക്തമാക്കിയത്. എന്നാൽ ജലസഞ്ചാരങ്ങൾക്ക്, പ്രത്യേകിച്ച് ബോട്ടിങ്ങിന് നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരും. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിലെ അതിശക്തമായ മഴയ്ക്കിടെ തീവ്രമായ പ്രഭവ മേഖലയായ ഇടുക്കിയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ചിരുന്നു. ഇടുക്കി താലൂക്കിലും ദേവികുളം താലൂക്കിലുമായിരുന്നു ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. താൽക്കാലിക സുരക്ഷയ്ക്കായി ക്യാമ്പുകൾ സജ്ജമാക്കിയതായും ഇവിടെയുള്ളവർക്കുള്ള ആരോഗ്യ ഭക്ഷ്യ സൗകര്യങ്ങൾ അധികാരികൾ ഉറപ്പാക്കുന്നുണ്ടെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. മഴയുടെ കുറവ് വിനോദസഞ്ചാര രംഗത്തിന് ആശ്വാസമായി വരുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കനത്ത മഴയിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മേഖലയിലെ പലയിടങ്ങളും പ്രളയഭീഷണിയിലാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. മിക്കയിടങ്ങളിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. പത്തനംതിട്ട ജില്ലയുടെ അപ്പർ കുട്ടനാട് മേഖലകളായ കടപ്ര, നിരണം, കുറ്റൂർ, നെടുമ്പ്രം പഞ്ചായത്തിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മണിമലയാറും പമ്പയാറും കരകവിഞ്ഞൊഴുകിയതോടെയാണ് പ്രദേശത്ത് മിക്കയിടങ്ങളും വെള്ളത്തിനടിയിലായത്. കോട്ടയം ജില്ലയിലെ കുമരകം, ഇല്ലിക്കൽക്കല്ല്, താഴത്തങ്ങാടി, കുമ്മനം തുടങ്ങിയ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കാസർഗോഡ് ജില്ലയിലെ മിക്ക ഭാഗങ്ങളിലും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തു. കാസർഗോഡ് ഇപ്പോഴും ശക്തമായി മഴ പെയ്യുന്നുണ്ട്. കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളായ ഇരിക്കൂർ, താളിപ്പറമ്പ്, കൊടിയാൻമല ഭാഗങ്ങളിലും മഴക്കെടുതി രൂക്ഷമാണ്. കോഴിക്കോട് ജില്ലയിലെ മാവൂർ, അത്തോളി പഞ്ചായത്തുകളിലും വെള്ളക്കെട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കുമ്പളം, അരൂർ, വൈപ്പിൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. കൊച്ചിയിൽ വാട്ടർ മെട്രോയുടെ ബോട്ടും റോറോയും തമ്മിൽ കൂട്ടിയിടിച്ചും അപകടമുണ്ടായി. വൈപ്പിൻ ജെട്ടിയിലാണ് ബോട്ടും റോറോയും തമ്മിൽ അപകടമുണ്ടായത്. ആളപായമില്ല. തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ കൃഷിനാശവും വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു. പെരുങ്കടവിള, അതിയന്നൂർ, വാമനപുരം ബ്ലോക്കുകളിലായി 5.02 ഹെക്ടർ കൃഷിഭൂമി നശിച്ചു. 116 കർഷകർക്ക് 22.3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിനിടെ കാണാതായ 9 തൊഴിലാളികളിൽ 8 പേരെ സംബന്ധിച്ചും വിവരം ലഭിച്ചു. തീരത്തടിഞ്ഞ മണൽ നീക്കാൻ ഡ്രഡ്ജിംഗ് നടത്തുന്നതിന് സാങ്കേതിക വിദഗ്ധരുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മഴയിലും കാറ്റിലും മരങ്ങൾ ട്രാക്കിൽ വീണുണ്ടായ ഗതാഗത തടസ്സങ്ങളെ തുടർന്ന് ട്രെയിൻ ഗതാഗതം കഴിഞ്ഞ ദിവസവും മന്ദഗതിയിലായിരുന്നു. ട്രെയിനുകൾ റദ്ദാക്കിയിട്ടില്ലെങ്കിലും വന്ദേ ഭാരത് ഉൾപ്പെടെ പല ട്രെയിനുകളും മണിക്കൂറുകൾ വൈകിയാണ് സർവീസ് നടത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 6:25 പുറപ്പെടേണ്ടിയിരുന്ന മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരത് 1.5 മണിക്കൂർ വൈകിയായിരുന്നു പുറപ്പെട്ടത്. 7:49 മംഗളൂരുവിൽ നിന്നായിരുന്നു ട്രെയിൻ പുറപ്പെട്ടത്. മൈസൂർ തിരുവനന്തപുരം എക്സ്പ്രസ് 1 മണിക്കൂർ 45 മിനിറ്റും വൈകി.